ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വെജിറ്റബിൾ ആണല്ലോ അല്ലേ ക്യാരറ്റ്. പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു മധുരം കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ ക്യാരറ്റ് വെച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആയിക്കോട്ടെ അല്ലേ ഇന്നത്തെ എൻ്റെ റെസിപ്പി. ക്യാരറ്റിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ് ഒന്നും നഷ്ടമാവാതെ തന്നെ കിടിലൻ ടേസ്റ്റിൽ എങ്ങനെയാണ് പുഡിംഗ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും നിങ്ങൾക്ക് ഇനി ഇതുപോലുള്ള ഈസി റെസിപ്പികൾ മിസ്സാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം കഷ്ണങ്ങളാക്കി ഒന്ന് വേവിച്ചെടുക്കണം. പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ക്യാരറ്റ് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്താൽ ക്യാരറ്റിൻ്റെ ആ റോസ് സ്മെല്ല് പുഡിങ്ങിൽ നന്നായി അറിയും. ഒന്നെങ്കിൽ പാലിൽ പഞ്ചസാര ചേർത്ത് ക്യാരറ്റ് അതിലിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് പഞ്ചസാര ചേർത്ത് വാട്ടിയതിന് ശേഷം പാലൊഴിച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് സ്റ്റീം ചെയ്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. സ്റ്റീം ചെയ്തെടുത്താലും ടേസ്റ്റിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എന്നാലും നേരത്തെ പറഞ്ഞ 2 മെത്തേഡിലായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ക്യാരറ്റ് ആവിൽ വേവിക്കാൻ വെച്ചതിന് ശേഷം വേറൊരു പാനിൽ നമുക്ക് 1 ലിറ്റർ പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്തെടുക്കാം. ഞാൻ ഏകദേശം 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പഞ്ചസാര നല്ലപോലെ മെൽറ്റായി പാല് ചെറുതായി ഒന്ന് തിളച്ചു വരാൻ തുടങ്ങിയാൽ നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് ചേർത്തെടുക്കാം. ഞാൻ 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ജെലാറ്റിനാണെങ്കിലും 10 ഗ്രാം തന്നെ എടുക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആൻഡ് സിൽക്കി ടെക്സ്ചറിലുള്ള പുഡിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് വേറൊരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് മെൽറ്റാക്കിയതിന് ശേഷം അരിച്ച് പാലിലേക്ക് ചേർത്താൽ മതി. അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പുഡിംഗ് മിക്സ് മുഴുവനായിട്ട് റെഡിയാക്കിയതിന് ശേഷം ഒന്ന് അരിച്ചെടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് കുറേയൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഒപ്പം തന്നെ ആവിൽ വേവിക്കാൻ വെച്ചിരുന്ന ക്യാരറ്റും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. കുറച്ചുകൂടെ പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ പാലും കൂടെ ചേർത്തിട്ട് വേണം അരയ്ക്കാനേ. പിന്നെ നിങ്ങളിൽ എന്തെങ്കിലും നട്ട്സ് കൂടെ ഇരിപ്പുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല. അണ്ടിപ്പരിപ്പ്, നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി, അതല്ലെങ്കിൽ ബദാം തൊലി കളഞ്ഞത് ഇതിലേതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ക്യാരറ്റിൻ്റെ കൂടെ അരച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അരയ്ക്കാനായിട്ട് മധുരത്തിന് 1 കപ്പ് മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ സാധാരണ പാലിന് പകരം എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്തിട്ടുള്ളത്. തൊലി കളഞ്ഞ 1 കപ്പ് ബദാം കൂടെ ചേർത്ത് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതിന് പാലിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാൻ സാധാരണ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഒരു ക്രീമി ടെക്സ്ചറിന് വേണ്ടിയിട്ട് പുഡിങ്ങിൽ തിക്ക് ക്രീം ചേർക്കാറുണ്ട്. പക്ഷെ ഇതിൽ തിക്ക് ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല. പാലും ക്യാരറ്റും ബദാമൊക്കെ കൂടി അരച്ച് ചേർത്താൽ തന്നെ അത്യാവശ്യം ക്രീമി ടെക്സ്ചർ നമ്മുടെ പുഡിങ്ങിന് കിട്ടും. ഇപ്പം നമ്മുടെ പുഡിംഗ് മിക്സ് ഇവിടെ റെഡിയായി. ചൈന ഗ്രാസ് ആയതുകൊണ്ട് തന്നെ ഇത് ചൂടാറും തോറും സെറ്റാവാൻ തുടങ്ങും. അതുകൊണ്ട് ഇത് ചൂടോട് കൂടെ തന്നെ പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. പുഡിംഗ് മിക്സ് റെഡിയാക്കുമ്പോൾ എപ്പോഴും മധുരം ഒരു പടി മുന്നിട്ട് നിൽക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലേ പുഡിംഗ് തണുപ്പിച്ച് സെറ്റായി കിട്ടുമ്പോൾ പാകത്തിനുള്ളൊരു മധുരം പുഡിങ്ങിന് കിട്ടൂ. ഞാൻ നല്ല പെർഫെക്റ്റായി ഡീമോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു ഡിസ്പോസിബിൾ ഡിഷിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യുന്നത്. ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ തന്നെ നന്നായി സെറ്റായി കിട്ടും. 3 ക്യാരറ്റും 1 ലിറ്റർ പാലും വെച്ച് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ പുഡിംഗ് ഉണ്ടാക്കാം. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു മെത്തേഡിൽ ക്യാരറ്റ് പുഡിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. ഉണ്ടാക്കി നോക്കിയാലും മറക്കാതെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറൊക്കെ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസി ടേസ്റ്റി വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.